മോളായി കിട്ടി. ഇനി എന്റെ മോളനും എനിക്കും ഒന്ന് സമാധാനത്തോടെ ജീവിക്കണം. എപ്പോ നോക്കിയാലും മുത്ത് 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 മുത്ത്. കേട്ട് കേട്ട് മടുത്തു ആ പിശാചിന്റെ പേര്. ഇനിയിപ്പോ അവൾക്കും സന്തോഷിക്കാലോ. ഇനിയിപ്പോ അവൾക്കും ഫ്രീഡം ആയല്ലോ. മറ്റുള്ളവർ വലിച്ചെറിയുന്ന വേസ്റ്റ് കഴിച്ചും പിന്നെ റോഡിൽ കിടന്നുറങ്ങിയും അങ്ങനെ അവളുടെ ജീവിതം ഇനി ഭയങ്കര സുഖമായിരിക്കും. അതെ അതെ അതെ, മണിക്കുട്ടിയാണ് സ്വന്തം വലയിൽ വീഴുന്നതെന്ന് തിരിച്ചറിയാതെ സന്തോഷത്തിലാണ് എന്റെ ചെറിയമ്മ. എന്നാലും എന്റെ ചെറിയമ്മക്ക് എന്തിനാ എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം? സാരമില്ല മുത്തേ, നമ്മൾ എന്തായാലും രക്ഷപ്പെട്ടല്ലോ. പക്ഷേ മണിക്കുട്ടി അവരെ രണ്ടുപേരെയും പിടിച്ചു കൊണ്ടുപോകോ പാറു? കൊണ്ടുപോട്ടെ മുത്തേ, അതിനല്ലേ നമ്മൾ ഈ കളിയൊക്കെ കളിച്ചത്. അതെ അതെ, ഇന്ന് മുത്തിന്റെ ചെറിയമ്മ ഒന്ന് നല്ലോണം കരയും. പാറു, സുൽഫിക്കറേ, അത് പിന്നെ എനിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്. മണിക്കുട്ടിയും ഡുണ്ടുവും ദുഷ്ടയാണെങ്കിലും ആളുകൾ പിടിച്ചു കൊണ്ടുപോകാന്ന് പറയുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. അപ്പൊ നിന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്നാ? നീ എന്തിനാ മുത്തേ സങ്കടപ്പെടുന്നത്? നിനക്ക് വിരിച്ച വലയല്ലേ അത്? അവനവൻ കുഴിക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ. മുത്തേ, ഇനി നിന്റെ ചെറിയമ്മയെ ഒന്നുകൂടി സന്തോഷിപ്പിച്ചിട്ട് വരാം ഞാൻ. വേണ്ട പാറു, എനിക്ക് പേടിയാവുന്നു. ചെറിയമ്മ നിന്നെ വഴക്ക് പറയും. നിന്റെ ചെറിയമ്മയെ എനിക്കൊന്നും പേടിയില്ല, നിനക്കല്ലേ പേടി? സുൽഫിക്കറേ, ഫോളോ മീ. മുത്തേ, ഒരു കാരണവശാലും നിന്നെ നിന്റെ ചെറിയമ്മ കാണരുത്. കേട്ടല്ലോ? ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാം. ഇവിടെ തന്നെ മാഞ്ഞു നിൽക്കണം. മുത്തേ, നീ ഒന്ന് സന്തോഷായിരിക്കും മുത്തേ. ഈ മണിക്കുട്ടിയും ഡുണ്ടും എന്താ വരാൻ ലേറ്റാവുന്നത്? വയറുവേദന ഇതുവരെ മാറിയില്ലാവോ? ആ, വരുമ്പോ വരട്ടെ. എനിക്ക് വയ്യ ഈ വയറും താങ്ങി പിടിച്ചോണ്ട് അതുവരെ പോവാൻ. എന്തായാലും ഒരാൾക്കൊരാൾ കൂട്ടുണ്ടല്ലോ. മുത്ത എന്തായാലും എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടാവും ഇപ്പൊ. ഇനിയിപ്പോ അവളുടെ അച്ഛന് ഉറക്കം വരുവാവോ പുന്നാരമുത്തില്ലാതെ. ഓ, ആ നാശം പിടിച്ച പിശാചുക്കളെ എന്തിനാണാവോ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നത്? ഹായ് ആന്റി, ആരെ കാത്തു നിൽക്കുകയാ? ആരാടി നിന്റെ ആന്റി? എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി. എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. കളിയാക്കി ചിരിക്കുന്നോ? പിന്നെ ഞങ്ങൾ എന്താ വിളിക്കേണ്ടത് ആന്റിയെ? എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി. ചേച്ചി, എന്തൊക്കെയുണ്ട്, സുഖങ്ങളൊക്കെ തന്നെയല്ലേ? അതെന്താടി നിനക്ക് അങ്ങനെയൊക്കെ ഒരു ചോദ്യം? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ. എന്ത്? എന്താണ് ചെക്ക നീ പാട്ട് പാടുന്നത്? ഒന്നല്ലേ. സുൽഫിക്കറേ, ഓടിക്കോ. എടാ സുൽഫിക്കറേ, എന്നോടാരാ അങ്ങനെയൊക്കെ പാട്ട് പാടാൻ പറഞ്ഞത്? എടാ പൊട്ടാ, അവർക്ക് എന്തെങ്കിലും സംശയം തോന്നൂലേ? ശിവ, എന്ത് ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാൻ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? അതെന്താ? ഇവിടെ നിൽക്കരുതെന്ന് ബോർഡൊന്നും കണ്ടില്ല, അതാ ഇവിടെ നിന്ന് പോയത്. വിട്ടേക്ക് ശിവ. ഞാൻ അതിന് അങ്ങനെ പറഞ്ഞോ? നിങ്ങൾ രണ്ടും പോരുന്നോ ഓരോ ഐസ്ക്രീം കഴിക്കാൻ? ഞങ്ങൾക്ക് കഴിക്കണം തോന്നുമ്പോ ഞങ്ങൾ വാങ്ങി കഴിച്ചോണ്ട്. ഓ, ജാട ജാട. ശിവ വാടി ഇങ്ങോട്ട്. അടി പെണ്ണേ, ഫ്രീ ആയി ഐസ്ക്രീം കിട്ടാണെങ്കിൽ എന്താ നമുക്ക് കഴിച്ചൂടെ? എനിക്ക് ഫ്രീ ആയി കഴിക്കുന്നത് ഇഷ്ടമല്ല. എനിക്കുള്ള കാശൊക്കെ എന്റെ അച്ഛനും അമ്മയും തരുന്നുണ്ട്. ഓ, നീ പാടാനെന്തോ? നമ്മളെന്തിനാ ഇവിടെ വെറുതെ നിൽക്കുന്നേ? നമുക്ക് കൂട്ടുകൂടാൻ പറ്റിയവർ വേറെ ഉണ്ടാവും. അതെ അതെ. രാജേഷ്, വാ നമുക്ക് പോവാം. ചെല്ല് ചെല്ല്, നിന്നെ വിളിക്കുന്നു. ജാട ശിവാനി, നീ വരുന്നുണ്ടോ അതോ ഞാൻ പോണോ? നീ പോവാനെന്തോ? അപ്പ അവനും കൂടെ
അവളുടെ ജാട കണ്ട ഏതോ കൊമ്പത്തെ വീട്ടിലെയാന്ന വിചാരം. രാജേഷേ, നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല ശിവ, ഞങ്ങള് പോയിട്ടേ ഓരോ ഐസ്ക്രീം കഴിക്കട്ടെ എന്ന് പറഞ്ഞതാ. ഉം. നീ വാട് ചെക്ക, വെറുതെ സംസാരിച്ചോണ്ട് നിൽക്കാതെ. നീയല്ലേ അവളെ വിളിച്ചത്? ഞാൻ വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചോദിച്ചെന്നേ ഉള്ളൂ. വേറെ എന്തൊക്കെ ചോദിക്കാമായിരുന്നു? ഇവിടെ എന്താ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചൂടെ? എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ ട്രിപ്പ് വന്നേന്നും കൂടി ഞാൻ ചോദിക്കാം. നീ എന്തായാലും വാ, കിട്ടാനുള്ളതൊക്കെ കിട്ടി, ഇനി പോവാം. എടാ ആനന്ദു, എനിക്ക് തോന്നുന്നത് നിന്റെ തലയിൽ ഇനിയും തോന്നുന്നുണ്ടോ? അല്ലേ, ഇതിപ്പോ കണ്ട വിചാരിക്കുമല്ലോ ഞാൻ മാത്ര ഇതിലെ വന്ന് അവളോട് സംസാരിച്ചതെന്ന്. രണ്ടുപേരും സംസാരിച്ചു, പക്ഷേ ഇനി മതി, വാ നമുക്ക് പോവാം. എന്നാലും എനിക്ക് പറയാനുള്ളത് കൂടെ നീ കേട്ടിട്ട് പോ. പറയൂ, ഞാൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ശിവക്ക് നിന്നോട് നല്ല പ്രണയമുണ്ടെന്നാ. ആഹാ, അതായിരുന്നു നിന്റെ പുതിയ കണ്ടുപിടുത്തം? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, നീ വേണമെങ്കിൽ വിശ്വസിച്ചോ. എനിക്ക് തോന്നിയതെന്താന്ന് ഞാൻ പറയട്ടെ? പറ പറ, പെട്ടെന്ന് പറ, ഞാൻ കേൾക്കട്ടെ. അവൾ അങ്ങനെ ഒരു കുട്ടിയൊന്നുമല്ല, അവള് നല്ല കുട്ടിയാ. അതെന്താ? നിന്നോട് പ്രണയമുണ്ടെങ്കിൽ അവള് നല്ല കുട്ടിയാവില്ലേ? അതല്ലട പൊട്ടാ, ശിവ അങ്ങനെയല്ല. എങ്ങനെ എങ്ങനെ എങ്ങനെ? അപ്പൊ നിന്റെ ശിവ എങ്ങനെയാ? നീ വരുന്നുണ്ടെങ്കിൽ വാ രാജേഷേ, ഞാൻ പോകുന്നു. കൊച്ചു കള്ളാ, അവന്റെ ദേഷ്യം കണ്ടോ? ശ്ശോ, അവര് പോയി. ഈ ശിവ വെറുതെ ഓരോ ഐസ്ക്രീം വേസ്റ്റ് ആക്കി. വേസ്റ്റ് ആക്കാൻ ഞാനവിടെ കഴിച്ച് ബാക്കിയിട്ടിട്ടൊന്നുമില്ലല്ലോ. അതല്ല ശിവ, അവര് വിളിച്ചപ്പോ പോയാ മതിയായിരുന്നു. ഫ്രീ ആയിട്ട് ഒരു ഐസ്ക്രീം കിട്ടിയായിരുന്നു. എനിക്ക് ഫ്രീ ആയിട്ട് ഐസ്ക്രീം വേണ്ട. എന്റെ അച്ഛനും അമ്മയും എനിക്കുള്ള കാശ് തരുന്നുണ്ട്, ഞാൻ അങ്ങനെ മേടിച്ച് കഴിച്ചോളാം. ഓ, രാജേഷ് പറഞ്ഞ പോലെ നിനക്ക് ചാടയാ, ചാട. നിനക്കൊട്ടും ചാടയില്ലല്ലോ, നിനക്ക് പോയാ പോരായിരുന്നോ? എനിക്കറിയാം നിന്റെ മനസ്സൊക്കെ. പിന്നെ നിനക്ക് എന്തറിയാം? നിനക്ക് അനന്തുവിനോട് ഇഷ്ടമുണ്ട്, അതാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നോ, നിനക്കാള് തെറ്റി. ഇത് ശിവയാ, ശിവാനി. നമുക്ക് നോക്കാം. നമുക്ക് നോക്കാൻ ഒന്നുമില്ല മോളെ. ശിവ, നീ എന്താ അങ്ങോട്ട് നോക്കി പറയുന്നേ? ഞാൻ ഇപ്പുറത്തുണ്ടല്ലോ. നിന്നെ നോക്കി തന്നെ പറയും. ഇത് ആള് മാറി മകളെ. രണ്ടെണ്ണത്തിനും എന്തൊരു ആരോഗ്യാണ്. അയ്യോ, ഞങ്ങളെ വിടൂ. മമ്മി, മമ്മി. ഷോ, രണ്ടെണ്ണൊന്ന് ചാക്കിലായി കിട്ടിയപ്പോക്കിനും മനുഷ്യന്റെ നടുവൊടിഞ്ഞു. മിണ്ടാതിരുന്നോണം അവിടെ, തലക്കടിച്ച് താഴെയിടും ഞാൻ. ഡുണ്ടു, നമ്മള് പെട്ടു ഡുണ്ടു. നമ്മള് ശബ്ദം ഉണ്ടാക്കിയ ഇയാളെ നമ്മള് തലക്കടിക്കും. ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്റെ കയ്യിൽ നല്ല വടിയുണ്ട്, അതിട്ട് തലമണ്ട അടിച്ച് പൊട്ടിക്കും ഞാൻ. മിണ്ടാതിരുന്നോണം. ഡുണ്ടു. മിണ്ടാതിരിക്കടി അവിടെ. മൈക്കുട്ടി, മിണ്ടല്ലേ. നമ്മുടെ തല അടിച്ച് പൊട്ടിക്കും അയാള്. അയാളെ കണ്ടാൽ തന്നെ അറിയാം, അയാളൊരു ദുഷ്ടനാ. അതെ അതെ, അയാളെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ചേട്ടാ പ്ലീസ്, എന്തിനാ എന്നെ ചാക്കിലാക്കിയിരിക്കുന്നേ? എന്റെ മമ്മിയോട് കാശ് ചോദിച്ചാൽ എന്റെ മമ്മി എത്ര വേണമെങ്കിലും തരും. എന്നെ തുറന്നു വിടൂ പ്ലീസ്. മിണ്ടാതിരുന്നോണം, ശബ്ദമുയർത്തരുത്. നിങ്ങളുടെ പ്രശ്നം കാശാണെങ്കിൽ എന്റെ മമ്മി തരും. ഞങ്ങളെ വെറുതെ വിടൂ. ഇനി നോക്കിയിട്ട് കാര്യമില്ല, ഇവളുടെ തലമണ്ട അടിച്ച് പൊട്ടിക്ക തന്നെ വേണം. അയ്യോ വേണ്ട, ഞാനൊന്നും മിണ്ടൂല. എന്റെ തലമണ്ട പൊട്ടിക്കല്ലേ. ആരെങ്കിലും ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. മേഡത്തിനെ കാണാൻ വല്ല വഴിയുണ്ടോ? തൽക്കാലം മേഡത്തിനെ നോക്കാതിരിക്കുന്നതാ ബുദ്ധി. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പണിയെല്ലാം മൊത്തത്തിൽ പാളും. ഈ രണ്ടെണ്ണം കൂടെ നിലവിളിച്ചാൽ ആക്ക് പ്രശ്നത്തിലാകും. വേഗം രക്ഷപ്പെടുന്നതാ ബുദ്ധി. ഇപ്പൊ അവളെയും കൊണ്ട് രാമകുട്ടി നാട് വിട്ട് കാണും. ഇപ്പൊ അവന് വിളിക്കണ്ട. അവന്റെ ഫോണിലേക്ക് വിളിച്ചാൽ പോലീസ് അറിഞ്ഞാൽ സംശയാവും. പോട്ടെ, പോയിട്ട്
ഏതെങ്കിലും തെരുവിൽ ഇറക്കി വിടട്ടെ ആ പെണ്ണിനെ. വന്നോ 3 കുട്ടി പിശാച്. മുത്തശ്ശിയുടെ ചെറിയമ്മേ. എന്താ അവളുടെ ഒരു വിളി? ആന്റി, ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ. ലോട്ടറി അടിച്ചോ? അയ്യോ, എന്റെ മുഖത്തെ ചിരി എത്ര മായ്ക്കാൻ ശ്രമിച്ചിട്ടും മായുന്നില്ലല്ലോ. സന്തോഷോ? പിന്നെ സന്തോഷം ഇല്ലാതിരിക്കോ ട്രിപ്പിന് വന്നാല്? ഓഹോ, അങ്ങനെ. വേറെ കാരണമൊന്നുമില്ലല്ലോ. എന്താ ഇവള് കുത്തി പറയുന്നത് പോലെ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവിറ്റകൾക്ക് ടൂറിന് വന്ന സന്തോഷാവും. അയ്യോ, ടീച്ചറെ അങ്ങോട്ട് നോക്ക്, ബാക്കില് ബാക്കില്. അപ്പുണ്ണി വരുന്നുണ്ട്. അറിയാത്ത പോലെ നിൽക്കാം. ഞാൻ അയാളെ കണ്ടിട്ടില്ല, അറിയത്തുമില്ല. ഈ കുട്ടി പിശാചുക്കളെങ്ങനെ കണ്ടാൽ അത് മതി. പിന്നെ എന്റെ കൈകളിൽ പോലീസ് വിലങ്ങ് വെക്കും. കുറച്ച് ജാടയൊക്കെ കാട്ടി പരിചയമില്ലാത്ത പോലെ നിൽക്കാം. അതാ ഇപ്പൊ നല്ലത്. സെൽഫിക്കളെ, അയാളെന്തിനാ ഇപ്പൊ ഇതില് വരുന്നേ? ആകെ കുഴപ്പാവോ? ആകുന്നു തോന്നുന്നത്. ചാക്ക്. അയ്യോ, കല്ലു, മിണ്ടല്ലേ. ഞാൻ മിണ്ടല്ല. അയ്യോ, ആ പിള്ളേരിൽ നിന്ന് നോക്കുന്നുണ്ട്. ഈ പോട്ടൻ എന്തിനാ എന്റെ അടുത്തോട്ട് വരുന്നേ? ദോ, അങ്ങോട്ട് പോടോ, എന്റെ അടുത്തേക്ക് വരില്ലേ, സംശയാവും. അയ്യോ, ഈ പൊട്ടനാണെങ്കിൽ ചെവിയും കേൾക്കുന്നില്ലേ. മാഡം. എടോ, തന്നോടല്ലേ പറഞ്ഞപ്പോ. ഓക്കെ മാഡം. പാറു, അയാൾ പോയി. ആ നാശങ്ങൾ അവിടെ തന്നെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവോ? അയാൾ എന്തിനാ അപ്പൊ എന്നെ തെരഞ്ഞു വന്നത്? അയാൾക്ക് ആ ചാക്കും എടുത്ത് അങ്ങോട്ട് പോയാൽ പോരെ? അതിനെങ്ങനെ? തലക്കകത്ത് വല്ലതും വേണ്ടേ? ഓണമല്ലേ തലയിൽ. സെൽഫിക്കറെ, നമ്മൾ വിജയിച്ചു. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ഇത്ര ഭംഗിയായിട്ട് നടക്കുന്നേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പാർക്കുട്ടി. ആ 3 എണ്ണം അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. ദാ, മുത്തിന്റെ ചെറിയമ്മ പോയി. മുത്തേ, മുത്തേ, ഇങ്ങോട്ട് വാ. നിന്റെ ചെറിയമ്മ പോയി. മുത്തേ, ഒന്ന് സന്തോഷിക്ക് മുത്തേ. പാറു, എനിക്കെന്തോ ഒരു വിഷമം പോലെ. സന്തോഷിക്ക് മുത്തേ, സന്തോഷിക്കേണ്ട ദിവസമാണിന്ന്. സെൽഫിക്കേ, ഓള് നിൽക്കുന്നത് കണ്ടോ? ഓൾക്ക് നല്ല സങ്കടമുണ്ട്. ഇന്ന് പാർക്കുട്ടിയെ നമ്മക്ക് ഓളെ അങ്ങോട്ട് ചാക്കിലിട്ട് കൊടുത്താൽ മതിയായിരുന്നു. അതല്ല പാറു, അവരെ രണ്ടുപേരെയും അയാള് പിടിച്ചു കൊണ്ടുപോയി. എന്താ ചെയ്യാ? ഇനി ഒരിക്കലും എനിക്ക് മണിക്കുട്ടിയെ കാണാനാവില്ലേ? അതിപ്പോ മുത്തിനെ അയാൾ പിടിച്ചു കൊണ്ടുപോയിക്കാണെങ്കിലും മണിക്കുട്ടിനെ കാണാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ നേരെ തിരിച്ചായിന്ന് മാത്രം. പിന്നെ ആർക്ക് വേണ്ടിട്ടാ നമ്മൾ ഇതൊക്കെ ചെയ്തത്? അതല്ല പാറു, നമുക്ക് ചെറിയമ്മയോട് പറഞ്ഞു കൊടുത്താലോ? അല്ലെങ്കിൽ അയാൾ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടും. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ ഇപ്പോഴും എന്റെ സങ്കടം? ഞാൻ നിങ്ങളുടെ സ്വന്തം മുത്തല്ലേ. നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? നിങ്ങൾ കമന്റ് ചെയ്യില്ലേ ഞാനിനി എന്താ ചെയ്യാന്ന്? മണിക്കുട്ടിയും ചെറിയമ്മയും ഡുണ്ടും ദുഷ്ടയാ.